ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1-2 ദിവസത്തെ കാര്യങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പെറ്റ് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കിളി കുഞ്ഞുങ്ങൾക്കൊക്കെ തീന മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആ ചേട്ടൻ പറയുമായിരുന്നു, തിനയൊക്കെ ഇപ്പം ഭയങ്കര വിലയായി, മനുഷ്യരിപ്പം കഴിച്ചു തുടങ്ങിയതുകൊണ്ട് തിനയൊന്നും കിട്ടാനില്ലെന്ന്. അങ്ങനെ അതൊക്കെ കേട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പം നല്ല നല്ല മീനുകളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെല്ലാം ഒന്ന് നോക്കി അവിടെ നിൽക്കുക. ഞാൻ കടയിൽ ചെടിക്കൊക്കെ ഇടാനുള്ള വളവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വളവും കൂടെ മേടിച്ചിട്ടുണ്ട്. നല്ല നല്ല കിളികളും മീൻ കുഞ്ഞുങ്ങളും എല്ലാം അവിടെ ഉണ്ട്. കുറച്ച് ചെടികളും ആ കടയിലുണ്ടായിരുന്നു. നല്ല നല്ല തത്ത, നല്ല രസമുണ്ടല്ലേ അതിനെ കാണാൻ. ഇതൊരു ദിവസം ഒരു ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ഇറച്ചി വാങ്ങിക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോയാണ്. അപ്പോൾ അന്ന് ഒരു 7:30 മണി സമയത്ത് ഞങ്ങൾ ബീഫ് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കരളും എല്ലും എല്ലാം ചേർത്ത് തരണേന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ അതെല്ലാം ചേർത്ത് ആ പുള്ളി നല്ലതുപോലെ നമുക്ക് എടുത്ത് തന്നു. അപ്പോൾ ബീഫും വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താന്നി കടപ്പുറത്ത് പോയി മീനൊക്കെ ഒന്ന് നോക്കാനായിട്ട്. അപ്പോൾ അവിടെ എന്തോ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ പേരൊക്കെ പറയുമായിരുന്നു. അവിടെ ഏതോ സ്പെഷ്യൽ മീനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല കൊഞ്ച് അമൂറെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ നല്ല അയല മീനാണ് വാങ്ങിച്ചത്. അയല മീനൊക്കെ മേടിച്ച് ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഈ അയലയൊക്കെ ഇന്ന് വെട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കത്തതേ ഉള്ളൂ. ഇന്നത് വെക്കുന്നില്ല. ഇന്ന് ഞാൻ ബീഫ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ബീഫ് കറി വെക്കാനായിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ചേർത്ത് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഉള്ളിയും സവാളയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉപ്പും ഇട്ട് വഴറ്റി കൊടുക്കും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം.
മസാലയൊക്കെ നല്ല മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ബീഫിൻ്റെ വേവ് അനുസരിച്ച് എനിക്കിപ്പോൾ ഇവിടെ ഒരു 8 വിസിലെങ്കിലും കേട്ടാലേ ഈ ബീഫ് വേവത്തുള്ളൂ. അപ്പോൾ അത് റെഡിയാവാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കാം, ബക്കറ്റിലൊക്കെ ഒന്ന് ആക്കി വയ്ക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും വൃത്തിയാക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ചുമന്നുള്ളിയൊക്കെ ഞാൻ പാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ എനിക്ക് കുറച്ച് ഇതിനൊക്കെ ചെറിയ സവാളയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അഴുകിയ സവാളയും കൂടെ കാണാം. അതും കൂടെ ചേർത്ത് അങ്ങ് നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു സ്മെല്ലായിരിക്കും. അതുകൊണ്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷം നല്ല വൃത്തിയുള്ള സവാളകൾ നോക്കി തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഇട്ട് വയ്ക്കും. അപ്പോൾ കുറച്ച് നാൾ കേടാകാതെ നല്ലതുപോലെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി വെക്കണം നമ്മൾ. അപ്പോൾ നന്നായിട്ടിരുന്നോളും കുറച്ച് നാൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ ഉണങ്ങി വന്നു. അപ്പോൾ അതും എല്ലാം ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കിളിക്കൂടൊക്കെ ഒന്നെടുത്ത് പെയിൻ്റ് അടിച്ച് വെക്കുക. അപ്പോൾ ഈ ഒരു കുടത്തിന് മാത്രമേ ഞാൻ ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നുള്ളൂ. കുടത്തിൽ പെയിൻ്റൊക്കെ അടിച്ച് വെച്ച് കൊടുക്കുമ്പോൾ കിളിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവരിതിനകത്ത് കയറിയിരുന്ന് മുട്ടയൊക്കെ ഇടും. ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലൊരു ക്ലോത്ത് കൊണ്ടൊന്ന് മൂടി കെട്ടി വെച്ച് കൊടുത്ത് ഇനി ഇത് കൂട്ടിലങ്ങ് വെച്ച് കൊടുത്ത് അവർ കയറിയിരുന്ന് മുട്ടയിടും. എന്നാൽ നോക്കിയപ്പോൾ എൻ്റെ കറ്റാർ വാഴയുടെ ഇലയൊക്കെ ഒന്ന് വെട്ടാൻ സമയമായി. അപ്പോൾ അതെല്ലാം ഒന്ന് മുറിച്ചെടുക്കുകയാണേ. നമ്മളിപ്പോൾ അത് മുറിച്ചെടുത്തില്ലെങ്കിൽ അത് വെറുതെ വേസ്റ്റായി വാടിയങ്ങ് പോവും. അപ്പോൾ അതിതുപോലെ ആയി വരുന്ന സമയത്ത് മുറിച്ചെടുത്ത് അതിൻ്റെ ജെല്ലൊക്കെ ഇതെടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. ഇത്രയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു മഞ്ഞ ഒരു ദ്രാവകം വരും. അപ്പോൾ അത് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അത് നന്നായിട്ട് കഴുകി ഞാനിതുപോലെ ഒരു മഗ്ഗിൽ ഒന്ന് 1 മണിക്കൂറോളം വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കും. അപ്പോഴേക്കും അത് മൊത്തത്തിൽ അതിൻ്റെ ആ
കറയെല്ലാം അങ്ങ് പോയി നല്ലതായിട്ട് കിട്ടും. അതിനുശേഷം തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ജെല്ലെടുത്ത് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് കുത്തിച്ചാരി വെച്ച് കൊടുത്താൽ മതി. മഞ്ഞ കളറിലുള്ള ആ ഒരു ദ്രാവകം മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടും. കുറച്ച് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലോണം അങ്ങ് പോയി കിട്ടും. ഇതുപോലെ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നോക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് തൈകൾ പൊട്ടി മുളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടും ആ ചെടി. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി വേറെ ചട്ടിയിലോട്ട് ഒന്ന് നട്ട് കൊടുക്കാം. മുമ്പ് വന്ന ഒരു തൈ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരുപാട് നമ്മൾ കുഴിച്ചങ്ങ് വെക്കരുത്. അപ്പോൾ ആ ഇല അങ്ങ് അടിയിൽ പോയാൽ അഴുകിപ്പോവും. ആ വേര് മാത്രമേ മണ്ണിലാവാൻ പാടുള്ളൂ. അപ്പോൾ അതെല്ലാം ഇട്ടൊന്ന് കിളിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് ഒരു മുന്തിരി ജ്യൂസാണ്. അപ്പോൾ ഇത് കണക്ക് നമ്മൾ നല്ല അടിപൊളി ജ്യൂസ് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ നെകക്കെ വെള്ളം ഒഴിച്ച് ഒന്ന് അടുപ്പിൽ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. നല്ലതുപോലെ നമ്മൾ 5-6 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിലേക്കൊരു 4-5 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടെ ചേർക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വെട്ടി തിളച്ച് നമ്മൾ കോരി നോക്കുമ്പോൾ തൊലി മാത്രമായിട്ട് വരുന്ന സമയത്ത് വേണം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ ഇതുപോലെ. അപ്പോൾ നല്ല കളറ് കിട്ടും. ഇനി അത് നന്നായിട്ട് ഞാൻ അരിച്ച് തൊലിയൊക്കെ കുരുവും തൊലിയൊക്കെ മാറ്റി നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്ന് കുറച്ചെടുത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് അടിച്ച് നമുക്ക് കുടിക്കാം. നല്ല തണുപ്പിച്ച ജ്യൂസ് ഇതുപോലെ മിക്സിയിൽ അടിച്ച് എടുക്കണം. നമ്മൾ അരിച്ചതിന് ശേഷം അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചെടുത്ത് മിക്സിയിൽ അടിച്ച് ഇതുപോലെ ഒഴിച്ച് കുടിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ജ്യൂസ് കുടിക്കാൻ. മിക്സിയിൽ അടിച്ചിട്ട് തന്നെ കുടിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.